എൻ്റെ പ്രിയ സ്നേഹിതരെ, ആരും കാണാതെ രഹസ്യത്തിൽ ഹൃദയം തകർന്ന് കണ്ണിൽ നിന്ന് പൊഴിയുന്ന ഓരോ കണ്ണുനീരിനും സ്വർഗത്തിലൊരു വിലയുണ്ട്. ദൈവം അത് സൂക്ഷിക്കുന്നുണ്ട്. ആ കണ്ണുനീരിനെ, ആ പ്രാർത്ഥനയെ, നിലവിളിയെ മറികടക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുകയില്ല. ദൈവവചനത്തിൽ നിന്ന് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും മറുപടിയുണ്ട്. 126 സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഈ ദിവസങ്ങളിൽ കണ്ണുനീരോടെ കരയുന്ന, ഭാരത്തോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ മേലും ഒരു ദൈവിക മറുപടി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? ദൈവം അത്ഭുതം പ്രവർത്തിക്കും. വേദപുസ്തകത്തിൽ ഹിസ്കിയ രാജാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ തൻ്റെ ഭവനത്തിൽ വന്ന് ഇപ്രകാരം പറഞ്ഞു, ഗ്രഹകാര്യങ്ങളൊക്കെയും തയ്യാറാക്കിക്കൊള്ളുക, നീ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ സമയമായി. എന്നാൽ വചനം പറയുന്നു, ഹിസ്കിയാവ് മരണാസന്നനായി ചുമരിലേക്ക് മുഖം തിരിഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ദൈവം നിരസിച്ചില്ല. പ്രവാചകൻ രാജസന്നിധി വിട്ടുപോകുന്നതിന് മുമ്പ് തന്നെ അവനെ മടക്കി അയച്ചിട്ട് ദൈവം പറയുകയാണ്, ഞാൻ നിൻ്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു, നിൻ്റെ ആയുസ്സിനെ ഞാൻ ഈ സന്ദേശം പങ്കുവെക്കുമ്പോൾ ഇതുപോലെ രോഗത്താൽ ബാധിക്കപ്പെട്ട് തലമുറയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഓർത്ത് സങ്കടപ്പെടുന്ന മാതാവും പിതാവും ഒക്കെ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിൻ്റെ കണ്ണുനീരിനെ ദൈവം കണ്ടിട്ടുണ്ട്. നിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും. കണ്ണുനീരിനെ മറികടക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. ഹിസ്കിയ രാജാവിൻ്റെ ആയുസ്സിനെ വർദ്ധിപ്പിച്ചതുപോലെ നിൻ്റെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ ചില മറുപടികൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ഈ നിമിഷത്തിൽ ആലോചന പങ്കിടുകയാണ്. അതുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളെല്ലാം മനുഷ്യൻ്റെ മുമ്പിലല്ല പങ്കുവെക്കേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഓരോ കണ്ണുനീരിനും ദൈവസന്നിധിയിൽ വിലയുണ്ട്. ദൈവം അത് കാണുന്നുണ്ട്. മറുപടികൾ നിങ്ങളുടെ പിന്നാലെ കടന്നു വരും. പ്രാർത്ഥനയോടെ നമുക്ക് മുമ്പോട്ട് ജീവിക്കാം, മുമ്പോട്ട് പോകാം. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.